ആൺകുട്ടികൾ പാചകം ചെയ്യാന്ന് പറയണതേ എന്തോ മഹാപാപം എന്നുള്ളൊരു കാര്യമായിരുന്നു. അച്ഛന് അധികം താല്പര്യമില്ല ഞാൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത്. അപ്പൊ ആണുങ്ങൾ അങ്ങനെ അടുക്കള കയറരുത്, കുക്ക് ചെയ്യരുത്. അച്ഛൻ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു പണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല. നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആണെങ്കിൽ എനിക്ക് ഇത് കമന്റ്സും മെസ്സേജസും ഒക്കെ അത് തന്നെ. ആരോമൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നും. എൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ഞാൻ പറയും, എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും വരാൻ തുടങ്ങിയത്. അത് ഫേസ്ബുക്കിലാട്ടോ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവർ പറയട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിലും അവരെ പോയി വഴക്ക് പറയാനോ അല്ലെങ്കിൽ അത് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനെങ്കിലും ഒന്നും ഞാൻ നിൽക്കത്തില്ല. ഒരു സ്മൈലിംഗ് ഇട്ട് കൊടുക്കും, ഒരു സ്മൈലി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ കുക്കിംഗ് ഭയങ്കര പാഷനാണ്. പറഞ്ഞ പോലെ തന്നെ വനിതയുടെ പാചകത്തിലെ ബുക്കുകളൊക്കെ ഞാനിങ്ങനെ മറിച്ച് നോക്കുന്നത് ചെറുതിലൊക്കെ. ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫ് ഫ്രൈ. അച്ഛനും അമ്മയാണോ ബീഫ് ഫ്രൈ ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് ബീഫ് ഫ്രൈ കഴിക്കും. ഈ പറയുന്ന ഓഡിയൻസും ഈ ഫോളോവേഴ്സും ഒന്നും ഇല്ലെങ്കിൽ എവിടെ കിടക്കാൻ എന്നെ ആരും അറിയാനോ അല്ലേ? അപ്പൊ അതാ എനിക്ക് ശരിക്കും. ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാനും ഇല്ല. അപ്പൊ എങ്ങനെയാണ് നേരം കഴിക്കണതോ? നേരെ എടുത്ത് കഴിച്ചു. നമസ്കാരം, വനിതാ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഞാൻ കുക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഇന്നിവിടെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പരിചിതനായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സരളമായിട്ട് ഒരു പ്രത്യേക ശൈലിയിൽ കുക്കിംഗ് വീഡിയോസൊക്കെ പരിചയപ്പെടുത്തി നമ്മളെ ചിരിപ്പിക്കുന്ന ആരോമലിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആരോമലിൻ്റെ അടുത്തേക്ക് പോയാലോ? എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ബാ. അപ്പം ആരോമലെ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്? കാരണം കണ്ടന്റ് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് നമുക്കുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് കുക്കിംഗ് ആണ് ആരോമലിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കുക്കിങ്ങിലേക്ക്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ കുക്കിംഗ് ഭയങ്കര പാഷനാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ കുഞ്ഞിലെ തന്നെ തുടങ്ങിയോ അതോ ആദ്യത്തെ ഒരു ഗുരു എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ തുടങ്ങിയതാ. പിന്നെ എന്നെ അങ്ങനെ അമ്മ അധികം നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നുമില്ല. കത്തി എടുക്കാൻ പാടില്ല, കൈമുറിയും, അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നും. ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് പഠിച്ച് അങ്ങനെ തുടങ്ങിയതാണിത്. അപ്പൊ ഒറ്റയടിക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. അല്ലല്ല, പല പ്രോഗ്രാമിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു, പാർട്ടിസിപ്പന്റ് ആയിരുന്നു, ചിലതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് നമ്മൾ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ അതുണ്ടാക്കി കഴിക്കുക, അങ്ങനത്തെ മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ റെസിപ്പി വീഡിയോസും അത് കാണും. പറഞ്ഞ പോലെ തന്നെ വനിതയുടെ പാചകത്തിലെ ബുക്കുകളൊക്കെ ഞാനിങ്ങനെ മറിച്ച് നോക്കുന്നത് ചെറുതിലൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു ഓഡീഷൻ ഞാൻ കണ്ട്, അങ്ങനെ ഞാൻ അതിൽ കൊടുത്ത് ഞാൻ സെലക്ട് ആയി. അപ്പോൾ അതിൽ ഞാൻ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആവാൻ തുടങ്ങിയത്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമല്ല അവിടെ കുക്ക് ചെയ്യേണ്ടത്. അതുപോലെ കുറേ കേക്ക് ബേക്ക് ചെയ്യണം, ഇറ്റാലിയൻ അങ്ങനത്തെ കുറേ കോണ്ടിനെൻ്റൽ ഡിഷസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാൻ ആ സമയത്ത് എനിക്കത് എന്താണെന്ന് പോലും അറിയാത്ത സമയം. അങ്ങനെ അതെല്ലാം പഠിച്ച് അങ്ങനെ പിന്നെ കുറേ ഷോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും കുറച്ചുകൂടെ സീരിയസ് ആയത്. കുറേ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ അറിയാലോ, ലൈക്ക് ഒരുപാട് കോമ്പറ്റീഷൻ, റിയൽ ലൈഫിൽ കുക്ക് ചെയ്യാത്തവർ പോലും റീൽസിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇതില് ഈ ഒരു സമയത്ത് കുക്കിങ്ങിന് അത്രയും സീരിയസ് ആയിട്ട് പാഷനായിട്ട് കണ്ടിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനത്തെ ഒരു എന്താ പറയുക ഓഡിയൻസിനെയാണ് ആരോമൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി എന്താണ് ആരോമൽ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസാണ് കൂടുതലുള്ളത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ ആഗ്രഹം അതായിരുന്നു, എല്ലാവരുടെയും വീട്ടിലെ ഒരാളെ പോലെ എന്നെ കാണണം എന്നുള്ളത്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആണെങ്കിൽ എനിക്ക് ഇത് കമൻസും മെസ്സേജസും ഒക്കെ അത് തന്നെ. ആരോമൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഷസ് ഒന്നുമല്ല. എല്ലാവർക്കും, നമ്മളൊക്കെ സാധാരണക്കാരല്ല, അപ്പം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും, എല്ലാവർക്കും സമയം കുറച്ചേ ഉള്ളൂ, അപ്പം കുറച്ച് ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കണം, ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നതൊക്കെ. അപ്പം ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി, ഒരുപാട് നമ്മൾ റെഫറൻസ് ആണെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള ഒരുപാട് ഫുഡ്സ് ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഭക്ഷണം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആരോമലിന് ഇഷ്ടപ്പെട്ട 3 ഭക്ഷണം. എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ അത് ഭയങ്കര ഇഷ്ടം. 4 നേരം കഴിക്കാനും അത്രയും സന്തോഷം. പിന്നെ ചോറും കുറച്ച് മോരുകറി, മീൻ വറുത്തത്,
അതേ ഉള്ളൂ, ഈ രണ്ടിനും ഉള്ളു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ Most പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനമ്മയെക്കാളും എനിക്ക് ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടം. എല്ലായിടും പറയാം അച്ഛനെ അമ്മയാണോ ബീഫ് ഫ്രൈ ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് ബീഫ് ഫ്രൈ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു 3 ഭക്ഷണം ഭയങ്കര ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരോമൽ ഉണ്ടാക്കുന്ന ഭക്ഷണമില്ലേ, അതിൽ 3, അതായത് മസ്റ്റ് ട്രൈ ആണെന്ന് ഓഡിയൻസിനോട് പറയാൻ പറ്റുന്ന 3 ഭക്ഷണം അല്ലെ 2 ഭക്ഷണം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. നല്ല എന്നാലും നമുക്കൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയി പോയല്ലോ. സ്റ്റിൽ നമുക്കൊരു ഐഡിയ ഇല്ലേ, നമ്മുടെ ഒരു നല്ലതാണല്ലോ. അങ്ങനെയല്ല, സ്റ്റിൽ നമുക്കൊരു 2 ഉണ്ടാവില്ലേ, ഓക്കെ ഇതെന്റെ മെയിൻ ആണ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പൊ ഒരു നല്ല മുളകിട്ട മീൻകറി ആണെങ്കിലും അത് ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയ മുളകിട്ട മീൻകറി കഴിക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ വേറെ എന്താ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ പറയാം. ഇപ്പൊ നാളെ ഇപ്പൊ പൊതുവെ എല്ലാവരും ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നൊരു ടൈമാണ്. അപ്പം നാളെ ഒരിക്കലും റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള സാഹചര്യം ആരോമലിനുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കാണാവോ? റെസ്റ്റോറൻറ്റ് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഈ ഒരു ഫുഡിൻ്റെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നീ ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ? അപ്പം അത് എനിക്ക് ഭയങ്കര ജെനുവിനായിട്ട് ചോദിക്കുന്ന എല്ലാവരും. അപ്പം എനിക്ക് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാം കൊടുക്കാനോ ടേസ്റ്റ് ചെയ്യിക്കാനോ എന്നെ കൂടെ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഭക്ഷണം എല്ലാവരും ഒരിക്കൽ ടേസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ട്. ദൈവം സഹായിക്കട്ടെ. അപ്പം എന്തെങ്കിലും ഒരിക്കലൊരു അതെ, റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമാണ് എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇപ്പോൾ FB, യൂട്യൂബ്, എല്ലാ സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ആരോമലിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇതിൽ വരുന്ന ഒരുപാട് നെഗറ്റീവ്സ് കമൻസും ഉണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു ലൈക്ക്? ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും വരാൻ തുടങ്ങിയത്. അത് ഫേസ്ബുക്കിലാട്ടോ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. ഞാൻ അതിനെല്ലാം അവർ പറയുന്ന രീതിയിൽ ഇപ്പം നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ അതിനെ അത് ഉൾക്കൊണ്ടിട്ട് തന്നെ ആണോ ശരി ഞാൻ ശ്രമിക്കാം കേട്ടോ, അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ, ഇങ്ങനെ പറയും. അല്ലാതെ ഞാൻ അതിലും അവരെ പോയി വഴക്ക് പറയാനോ അല്ലെങ്കിൽ അത് കമന്റ് ഡിലീറ്റ് ചെയ്യാനോ ഇങ്ങനൊന്നും ഞാൻ നിൽക്കത്തില്ല. ഒരു സ്മൈലിംഗ് ഇട്ട് കൊടുക്കും, ഒരു സ്മൈലി. അങ്ങനെ ഞാൻ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവർ പറയട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്ന സമയത്ത് ഒരു സമയത്ത് ഈ ആൺകുട്ടികൾ പാചകം ചെയ്യാന്ന് പറയണതേ എന്തോ മഹാപാപം എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് കുക്ക് ചെയ്യുന്നൊരു കാലഘട്ടം. അതിനെക്കുറിച്ച് എന്തായാലും പറയാനുള്ള ആ ഒരു കാഴ്ചപ്പാട്? അത് ശരിയായിട്ടോ പറഞ്ഞു. കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് അച്ഛന് അധികം താല്പര്യമില്ല ഞാൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങൾ അങ്ങനെ അടുക്കള കയറരുത്, കുക്ക് ചെയ്യരുത്, അച്ഛൻ ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതൊക്കെ മാറി. പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല. നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പം പുറത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ പോലും ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും കുറച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാം ഈ പറയുന്ന പോലെ കേക്ക് ബേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കാനോ കോണ്ടിനെന്റൽ ഡിഷസ് ഉണ്ടാക്കാനോ ഒന്നുമല്ല, നമുക്ക് ജീവിച്ചു പോകാൻ മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അനുഭവം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പുറത്ത് ജോലിക്കും പഠിക്കാനും ഒക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ കോളിൽ വിളിച്ച് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം എനിക്കറിയാം ശരിക്കും അവർ പുറത്ത് പോയി സർവൈവ് ചെയ്യുന്നുണ്ട് ശരിക്കും പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല. അതിനാണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസം ഒന്നുമില്ല. ഭക്ഷണം ഒരു വികാരം. അതെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരോമൽ എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എന്തോരം ആൾക്കാരുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എനിക്ക് ഗൂസ് ബംസ് വന്നു കേട്ടോ, സത്യം. ഒരുപാട് പേരുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൾക്കാരെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുമെന്നോ എൻ്റെ റെസിപ്പീസ് ആൾക്കാർ ഫോളോ ചെയ്യുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല. എൻ്റെ പാഷൻ്റെ പുറത്ത് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വീഡിയോ എടുത്തിടുന്നു, ഇങ്ങനെ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴേ ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് ആൾക്കാർക്ക് എൻ്റെ റെസിപ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് റെസിപ്പി കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പോലും ഇത് ട്രൈ ചെയ്തിട്ട് നമുക്കത് അയച്ചു തരുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് 1-2 ആൾക്കാരല്ല. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ഞാൻ പറയും, എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ. ആസ് എ ഫുഡ് കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള വാട്ട് യു ഫീൽ റൈറ്റ് നൗ? ശരിക്കും ബ്ലസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് കുറേ ആൾക്കാരെ കിട്ടി. എനിക്ക് അവരുടെ സ്നേഹം, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരാളുടെ ഇപ്പം ആരോമൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരാളെ പോലെ ആണെന്ന് എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളുടെ വായിന്ന് കേൾക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരിത്
അത് ശരിക്കും അത് നമ്മൾ ഫീൽ ചെയ്താൽ മനസ്സിലാക്കണം. അതെനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ പറയുന്ന ഓഡിയൻസും ഈ ഫോളോവേഴ്സും ഒന്നും ഇല്ലെങ്കിൽ എവിടെ കിടക്കാൻ എന്നെ ആരറിയാനോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതാ എനിക്ക് ശരിക്കും, ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ശരിക്കും ബ്ലെസ്ഡ് ആണ് ഞാൻ ഒരു കാര്യത്തിൽ. ഭയങ്കര സന്തോഷമുണ്ട്. അത് എത്ര പറഞ്ഞാലും എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത മാത്രം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത്? ഇന്ന് ആക്ച്വലി ഞാൻ 2 റെസിപ്പി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നെ പൊതുവെ കാണുമ്പോൾ എല്ലാവരും പറയും സിമ്പിളാണ്, സിമ്പിൾ സാധനങ്ങളാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അപ്പം എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന 2 ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ റെസ്റ്റാണ്, ഞാനിവിടെ ഗസ്റ്റാണ്. അപ്പം ആരോമലിന് ഞാൻ എന്നെ കിച്ചൺ ഏൽപ്പിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമലൈസ്ഡ് ഓണിയൻ സാൻഡ്വിച്ച് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒനിയൻ ഡിപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനോട് ആഡ് ചെയ്തിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് വേണം. പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്താണ്, അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് യോഗേർട്ട് വേണം, പിന്നെ സോക്ക് ചെയ്ത കാഷ്യൂ നട്ട്സ് വേണം, കുറച്ച് സ്പ്രിംഗ് ഓനിയൻസ് വേണം, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ സവാള വഴറ്റുന്നത് ബട്ടറിലാണ് കേട്ടോ, അപ്പോൾ അത് വേണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും പിന്നെ ഒരു 2 ഗാർലിക്കും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തു കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മെൽറ്റായി. ഇനി എന്നിട്ട് നമുക്ക് 2 വലിയ സവാള ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണ്, അതിട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നല്ല ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നല്ല കാരമലൈസ് ആയിട്ട് വരണം അനിയൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉള്ളി വഴണ്ട് വരുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക്, ബാക്കിയെല്ലാം ഭയങ്കര പെട്ടെന്ന് നടക്കുന്ന പരിപാടി കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒനിയൻ എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണം, അത് ഞാൻ എന്തിനാന്ന് പിന്നെ പറയാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഒരു 2 ഗാർലിക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇനി കുറച്ച് നാരങ്ങ തരാം, അതായത് ഒരു നാരങ്ങയുടെ ചെറിയൊരു നാരങ്ങ, നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു നാരങ്ങ എടുക്കുക, അതിൻ്റെ പകുതി ജ്യൂസ് എടുത്താണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ്. നമ്മൾ ഓൾറെഡി സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ എപ്പോഴും ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണേ, അത് ഒരു 1/2 ടീസ്പൂൺ അത്ര മതിയാവും. ഇനി വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ, അത് പുളിയില്ലാത്ത നല്ല ഗ്രീക്ക് യോഗേർട്ടോ ഏതായാലും എടുക്കാം. ഞാനിപ്പം പുളിയില്ലാത്തൊരു തൈര് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ ഓൾറെഡി നമുക്ക് തൈരുള്ളത് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉള്ളി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയാൽ മതി കേട്ടോ, നമുക്ക് ഒത്തിരി അങ്ങ് അരയണമെന്നൊന്നുമില്ല. ഇതാ ഈ ഒരു രീതിയിൽ. ഇനി നമുക്കത് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ച് ചിക്കൻ ഒരു എന്താ പറയുക ഒരു 150 ഗ്രാം, അതിൽ കൂടുതലൊന്നുമില്ല, അത് ഉപ്പും
കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തത് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത കേട്ടോ. ഒത്തിരി ഒന്ന് അരഞ്ഞു പോയിട്ടൊന്നുമില്ല. ദാ ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കുക. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ചേറെ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കണം. കാരണം ഇത് ശരിക്കും ഒരു ഒനിയൻ്റെ ഫ്ലേവറാണ് കൂടി നിൽക്കുന്നത്. അപ്പം കുറച്ചുകൂടെ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേറെ സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ താരം കാരമലൈസ്ഡ് ഒനിയൻ. ഇത് ശരിക്കും നമ്മൾ ആ സാൻഡ്വിച്ചിൽ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കുഞ്ഞ് ബൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വേറൊരു തരം പ്രത്യേക ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ മാറ്റി വെച്ചത് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകണം കേട്ടോ. ഇനി അടുത്ത പരിപാടി, നമ്മളിത് സാൻഡ്വിച്ച് ബ്രെഡിനകത്തോട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബട്ടറിൽ നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ്റെയും ഒനിയൻ്റെയും മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഇത്തിരി നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ സാൻഡ്വിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഈ സ്പ്രെഡൊക്കെ ഭയങ്കര തിന്നായിട്ടായിരിക്കും അവർ എന്താ പറയുക സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം എല്ലാം നല്ല ലാവിശായിരിക്കും. കാരണം ആ ഒരു ബൈറ്റിൽ നമ്മുടെ വാ നിറയണം. ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം. ഇപ്പം ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിനകത്ത് ഫുള്ള് ഞാൻ നല്ല കട്ടിക്ക് ഞാൻ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ നമുക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കുറച്ചുകൂടെ പരിഷ്കരിക്കണമെങ്കിൽ ഒരു ചീസ് സ്ലൈസ് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ട് ലക്ഷറി ആവുന്നില്ല. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് തന്നെ ഭയങ്കര ഫില്ലിങ്ങാണ് നമുക്ക്. അപ്പം ബ്രെഡോടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ ബ്രെഡിൽ ആ സ്പ്രെഡ് നന്നായിട്ട് തേച്ച് വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനും ചൂടാക്കാൻ വെച്ചു. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറെ എല്ലായിടും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ബട്ടർ ഇട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാവേ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ സ്ഥലമായി കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കാരമലൈസ്ഡ് ഒനിയൻ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള സാധനം കേട്ടോ. പിള്ളേർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഡിപ്പ് ചിക്കൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചോ. ആ ഒരു ഡിപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് നമുക്ക് ചുമ്മാ ഒരു ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ബണ്ണിൻ്റെ കൂടെ ഒക്കെ തേച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണ്ടേ? അപ്പോൾ നമുക്ക് ശ്രുതിനെ വിളിക്കാം. എങ്ങനെയുണ്ടെന്ന് ആൾ കഴിച്ചിട്ട് പറയട്ടെ. ഫൈനലി നമ്മൾക്ക് തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ രൂപം ദേഹൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പം എങ്ങനെയാണ്, നേരം കഴിക്കണോ അതോ? നേരെ എടുത്ത് കഴിച്ചു. അടിപൊളി. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പിയാണ് പുറമെ ഉള്ളത്. ഉള്ളിലാണെങ്കിൽ ആ ഫില്ലിങ്സ്
നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടായിരുന്നില്ലേ ഉള്ളി അതെ അതെ, ആ ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോന്നും കടിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും അടിപൊളി സാൻഡ്വിച്ച്. അപ്പം എല്ലാവരും ആരോമൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.